ഷഹാദത്തൊക്കെ ചൊല്ലി എന്നിട്ട് പറഞ്ഞു, ഇനി ശ്രദ്ധിക്കുക, ആയിഷ ബീവിയോട് കാര്യം ചോദിക്കണ്ടേ? ആയിഷ ബീവിയോട് വിഷയം അന്വേഷിക്കുകയാണ്. തങ്ങൾ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ്, സ്വലാത്തു വസ്സലാം കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു, യാ ആയിഷ, അല്ലയോ ആയിഷ, ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, ഇന്നാലിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നു. നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. നോക്കണം, ഏതെങ്കിലും ഒരു തെറ്റ് ആയിഷ നിങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒഴിവാക്കുന്നല്ലേ പറയുന്നത്, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ആയിഷ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്? എന്തൊരു മനോഹരമായ രീതിയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് പറഞ്ഞതിനർത്ഥം? തങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളെ സമീപിച്ചു, അതിലാണ് നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവുക, അതിലെ ഖൈറുണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, കുടുംബജീവിതം, എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന നാട്ടിൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫുകാരായ ആളുകൾ അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടുത്തി എന്തെല്ലാം. അല്ലാഹു എല്ലാ ഫിത്നയിൽ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് വഴങ്ങി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരാൾക്ക് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചപ്പോൾ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യഭിചാരം തന്നെ നടന്നാൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ഒന്ന് പറഞ്ഞില്ലേ? എന്താ സ്വഹാബി പറഞ്ഞത്? നബിയെ, എന്റെ ഭാര്യ ലാ തറുദ്ദു യദലാമിസിൻ, നബിയെ, ഒരാൾ തൊട്ടാലും പോലെ കൈ എന്റെ പെണ്ണ് തടുക്കൂല, അങ്ങനത്തെ പെണ്ണാണ് എന്റെ പെണ്ണ് നബിയെ. ആരും വിച്ചാരോട് പോകുന്നു. നബി തങ്ങൾ പറഞ്ഞു, തുല്ലിഖഹാ, നീ അവളെ തലാഖ് ചൊല്ലിക്കോ. നബിയെ, ഇന്നി ഉഹിബ്ബുഹാ, എനിക്കവളോട് വല്ലാത്ത പിരിശമാണ്, എനിക്കവളോട് വല്ലാത്ത സ്നേഹ. എന്നാൽ നീ തലാഖില്ലണ്ട, കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? ആ ഹദീസിൽ നിന്നാണ് മഹാന്മാർ പറയുന്നത്, സ്വന്തം ഭാര്യയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അവൾക്ക് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ. നമ്മളാണ് അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടത്, നമ്മൾക്കാണ്, പുരുഷന്മാർക്കാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചിന്തിക്കുക? സമയത്ത് മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കുന്നത് മാനുഷികമാണ്, അല്ലേ? വ്യഭിചാരം തന്നെ ആവണമെന്ന് വേറെന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ വിഷയത്തിൽ ആളുകൾ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുക? ആളുകൾ നമ്മളെ ബ്ലെയിം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല. ആളുകൾ ഇതൊന്നും പറയാതിരുന്നാൽ ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി എന്റെ അഭിമാനം കിട്ടിയാൽ മതി. ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കൂലേ? ഈ സ്വഭാവം, ഇങ്ങനെ ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കുമുള്ളതല്ലേ? അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തിയാൽ അവിടെ നിയമ ശിക്ഷയുണ്ട്. പക്ഷേ മനുഷ്യനെ പുറത്തു കൊടുക്കാൻ പഠിക്കണം, ക്ഷമിച്ചു കൊടുക്കാൻ പഠിക്കണം. എന്തിന്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം. ഒരുപക്ഷേ അങ്ങനെ ഒരു തിന്മയുടെ പേരിൽ ഒരു പെണ്ണിനെ വഴിയിറക്കി വിട്ടാൽ, ഒരുപക്ഷേ നാളെ ഇവൾ ജീവിതകാലം മുഴുവനും ഒരു അഭിസാരികയെ പോലെ ജീവിച്ചാൽ, അവൾ ചിന്തിച്ചു, ഞാനിനി ഏതായാലും ഇങ്ങനെ തന്നെ ആയില്ലേ, ഇനി എന്റെ ശിഷ്ടകാലം ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? നേരെ മറിച്ച് അതൊക്കെ അതിന്റെ എക്സ്ട്രീം സീക്രസിയിൽ, വളരെ സ്വകാര്യതയിൽ ആ വിഷയങ്ങളെ സമീപിച്ച് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്ക്. അവർക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്ക്. ചെയ്തുപോയ തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്ക്. എന്നിട്ട് നമ്മൾ അവരെ ക്ഷമിച്ചു കൊണ്ടു നടന്നാൽ അതിന് അല്ലാഹു വല്ലാത്ത കൂലി തരും. മുഅ്മിനെ, അതിന് അല്ലാഹു വല്ലാത്ത പ്രതിഫലം തരും. അതിന്റെ അർത്ഥം തിന്മകൾ സംഭവിക്കുമ്പോൾ നമ്മൾ മൂടി വെക്കണമെന്നല്ല ഈ പറയുന്നത്. തിന്മകളെ നമ്മൾ കണ്ണടച്ച് നിഷേധിക്കണമെന്നുമല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് വിഷയങ്ങളെ സമീപിക്കുമ്പോ പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്ന ആ ഒരു സൽക്കർമ്മം, ക്ഷമിക്കുക എന്ന വലിയ ഒരു മുഅ്മിനിന്റെ ഗുണം, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലേ?
ക്ഷമിക്കുന്നവരോടൊപ്പമല്ലേ അല്ലാഹു ഉള്ളത്? നമ്മൾ മഹാനായ നാബലുസി തങ്ങൾ ഉദ്ധരിച്ച ആ ഒരു സംഭവം ഉദ്ധരിച്ചില്ലേ? ഒരു ചെറുപ്പക്കാരന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനം വഴി പറഞ്ഞു കൊടുത്തത്. ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ? ഗർഭിണിയായ ഒരു പെണ്ണിനെ സ്വന്തം ഭാര്യ ഗർഭിണിയാണ് വിവാഹം ചെയ്യുന്ന സമയത്ത്, എന്നിട്ട് ഇയാൾ മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. അതിന്റെ പേരിൽ അല്ലാഹു ആ വിഷയം ഇഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവിയോട് തങ്ങൾ പറയുകയാണ്, ആയിഷ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമോളെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങണം. ഇത് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് എത്രയാണ്? ഒരു ടീനേജറാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം, 14-15 വയസ്സുള്ള സമയമാണിത്. ആ പ്രായത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ സമീപിച്ചുകൊണ്ട് പറയുന്നത്, ആയിഷ ബീവി, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? ഫഇന്നൽ അബ്ദ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഒരു ദാസൻ നമ്മളൊക്കെ ഇദാ അഅ്തറഫ ബിദംബിൻ, ചെയ്തു പോയ തെറ്റ് സമ്മതിക്കുകയും എന്നിട്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ അല്ലാഹു ആ പശ്ചാത്താപം സ്വീകരിക്കും. ആയിഷ, 100 ആളെ കൊന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? ഇല്ലേ? അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇതങ്ങ് റസൂലുള്ളാഹി പറഞ്ഞത് എനിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്. വഹദി പറയാണ്, فلما قضى رسول الله صلى الله عليه وسلم مقالته, തങ്ങൾ അവരുടെ വാക്കുകൾ പറഞ്ഞു തീർത്ത് കഴിഞ്ഞ നേരത്തെ എന്റെ കണ്ണുനീരങ്ങട്ട് വറ്റിപ്പോയി. എന്റെ കണ്ണുനീരങ്ങൾ വറ്റി, പിന്നെ ഒരു കണ്ണുനീര് പോലും ഒരു തുള്ളി കണ്ണുനീര് പോലും എന്റെ കണ്ണിലില്ല. ഭയങ്കര സന്തോഷമായി. ഞാൻ എന്റെ വാപ്പയോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? അജിബ് അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ, എന്റെ മറുപടി വാപ്പ പറഞ്ഞു കൊടുക്കി അല്ലാഹുവിന്റെ റസൂലിന്. എന്താ പറയേണ്ടത്? ആയിഷ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങി. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കും. വാപ്പ, സിദ്ദീഖ് എന്നവരെ, വാപ്പ നിങ്ങൾ മറുപടി കൊടുക്കുക അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് വേണ്ടി വാപ്പ മറുപടി പറയണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാപ്പയോട് പറഞ്ഞു. മുതിർന്ന ആളുകൾ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ എന്ത് പറയും മോളെ? വാപ്പാക്ക് മറുപടിയില്ല. എന്റെ ഉമ്മ റുമാൻ എന്നവരോട് പറഞ്ഞു, അജീബി അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, എനിക്ക് വേണ്ടി അങ്ങ് മറുപടി പറഞ്ഞു കൊടുക്കി നബി തങ്ങളോട്. എന്റെ ഭാഗം നിന്ന്, എന്റെ ഭാഗം അങ്ങ് സംസാരിക്കുക, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഉമ്മയും പറഞ്ഞു, മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും പറഞ്ഞു, എനിക്ക് മറുപടി ഇല്ല മോളെ, എനിക്ക് പറയാൻ കഴിയില്ല. മോളെന്നെ പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് പറഞ്ഞ വാക്ക്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്ക്. എന്താ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്? അവര് പറഞ്ഞു, വഅന ജാരിയ ഹദീഥത്തുസ് സിൻ, ഞാനൊരു പെൺകുട്ടിയല്ലേ, വളരെ പ്രായം കുറഞ്ഞൊരു പെണ്ണല്ലേ. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞുതരാണ്. അപ്പൊ പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയാണ്, വളരെ പ്രായം ചെറിയ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. അത് പറഞ്ഞു, ലാ അഹ്ഫദു കസീറൻ മിനൽ ഖുർആൻ, ഒരുപാട് ഖുർആനൊന്നും എനിക്ക് മനഃപ്പാടമില്ല. ആ ഒരു എളിമത്തരം, ഒരു താഴ്മ നോക്കണം. ഖുർആനൊന്നും എനിക്ക് കുറെ ഹിഫ്ളൊന്നുമില്ല, ഞാനൊരു ചെറിയ പെണ്ണല്ലേ. ഞാൻ പറഞ്ഞു, വല്ലാഹി ലഖദ് അറഫ്ത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നോക്കണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിലേക്ക് വിഷയം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു ഈ വിഷയത്തിൽ ഇടപെടണം, അല്ലാഹു ഇടപെടണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിയ്യത്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് വിഷയം വിട്ടിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? അന്ന് ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞത്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ വിഷയം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിഷയത്തിൽ ഇടപെട്ടാൽ അത് മുഅ്മിനിന്റെ ഖൈറാണ്. അല്ലാഹുവിന് ഇടപെടുകയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൂടെ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവേ നീ പരിഹാരം താ പടച്ചവനെ,
നീ ഈ വിഷയത്തിൽ ഇടപെടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിഷയം എളുപ്പമാക്കി തരും. ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി അള്ളാഹനെ തന്നെ സത്യം, ലഖദ് അറഫ്തു ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്നകും ഖദ് സമിഅതും ബിഹാദൽ ഹദീസ് എന്തൊക്കെയോ ആളുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നും ഹത്തസ്തഖറ ഫീ അൻഫുസികും നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് ആണ്ടുപൂണ്ട് കിടക്കുന്നുണ്ടെന്നും വസദ്ദഖതും ബിഹി നിങ്ങളിൽ പലരും അത് വിശ്വസിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. തുടക്കം പറഞ്ഞു ഇനി നോക്കണം എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫതാനത്ത്, അവരുടെ ബുദ്ധി നോക്കണം. ചെറിയ പ്രായം, അതാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങളൊക്കെ പറയാ, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ബുദ്ധി കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിപൂർമ്മതയുള്ള മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറഞ്ഞ വാക്ക് നോക്കൂ, വലഇൻ ഖുൽതു ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഇന്നി ബരീഅ ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, വല്ലാഹു യഅലമു അന്നി ബരീഅ ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിനറിയാം. ആ നിരപരാധിത്വം ഞാൻ പറഞ്ഞാൽ ലാ തുസദ്ദിഖൂനനി ബിദാലിക് നിങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ കേട്ടാ പിന്നെ അത് ഉണ്ട് തന്നെ തെളിയണം, നമുക്ക് അപ്പോഴേ സമാധാനാവുള്ളൂ. അല്ലാതെ എന്ത് പറഞ്ഞും അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ വെറുതെ പറയാം. നമ്മളാണോ ഹിസാബ് ചെയ്യേണ്ട ആൾക്കാർ? നമ്മൾ വിചാരണ ചെയ്യാൻ ആരാ? നമ്മെ അല്ലാഹു തആല വിചാരണ ചെയ്താൽ എന്താ നമ്മുടെ അവസ്ഥ? അല്ലാഹു അങ്ങാനും കണക്ക് വെച്ച് നമ്മൾ ഹിസാബ് ചെയ്താൽ ഒരാൾക്ക് പോലും ഹിസാബ് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മൾ മനുഷ്യനെ വിചാരണ ചെയ്യല്ലേ? നമ്മൾ നമ്മുടെ ഭാര്യയെ സംബന്ധിച്ച്, നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ വിചാരണ ചെയ്യാ. നമ്മൾ ആരാധന ചെയ്യാൻ നമ്മുടെ ബറാഅത്ത് എത്രയുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ? നമ്മൾ തരക്കേടില്ല അള്ളാഹുവിന്റെ മലക്കുകളെ പോലെ, അള്ളാഹുവിന്റെ മാലാഖമാരെ പോലെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്തു കൊടുക്കണ്ടേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കാനാണ്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിനറിയാം, പക്ഷേ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. വലഇൻ ഇഅ്തറഫ്തു ബിഅംരിൻ പിന്നെ ഞാൻ ആ വിഷയം സമ്മതിച്ചു എന്നിരിക്കട്ടെ, വല്ലാഹു യഅലമു അന്നി ബരീഅ ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബിനറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ലതുസദ്ദിഖുന്നനി നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കുകയും ചെയ്യും. ഞാനത് സമ്മതിച്ചു എന്ന് വിചാരിക്കട്ടെ. എന്നിട്ടില്ല പോലീസുകാരെ കുറെ അടി കിട്ടുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണ പോലെ ഞാനങ്ങനെ സമ്മതിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ അല്ല, ശരിയാ, ഇപ്പൊ പറഞ്ഞതാ ശരി, നേരത്തെ പറഞ്ഞതാണ് ശരി, അത് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഷബീബ് റളിയല്ലാഹു അൻഹു ഖുർആനോട് പറഞ്ഞു. ആദ്യം പറഞ്ഞു എനിക്ക് ഖുർആനൊന്നും വല്ലാതെ ഹിഫ്ദില്ല, പക്ഷെ അവർക്ക് ഹിഫ്ദുണ്ട്. ഷബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുമോനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുതിർന്ന മക്കൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോ അവര് പറഞ്ഞു വന്നു, നേരത്ത് കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, വാപ്പാ ചെന്നായ തിന്നല്ലോ യൂസുഫ് നബിയെ, യൂസുഫിനെ ചെന്നായ തിന്നല്ലോ അപ്പാ, ഞങ്ങൾ നിരപരാധികളെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ചെന്നായ തിന്നുപോയല്ലോ. യാക്കൂബ് നബിക്കറിയാം ചെന്നായ തിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന്റെ വസ്ത്രം അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ വസ്ത്രം ഭിഞ്ഞി പറഞ്ഞിരിക്കും, ഒരു കടിപിടിയുടെ ഒരു കുഴപ്പം ആ ഡ്രസ്സിനില്ല, അതിലൊരു ആടിന്റെ ചോരയുണ്ട്. ചെന്നായ പിടിച്ച അങ്ങനെയാണോ? യാക്കൂബ് നബിക്കറിയാം മക്കളി പറയുന്നു നുണയാണെന്ന്. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ തിരുത്തി കൊടുക്കാൻ പോയില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫസ്വബുറുൻ ജമീൽ മനോഹരമായ ഒരു ക്ഷമ, ഞാനിവിടെ ക്ഷമിക്കുകയാണ്. ഒരു ക്ഷമ എന്നല്ല, ബ്യൂട്ടിഫുൾ പേഷ്യൻസ്, ഇങ്ങനെയൊക്കെ പറയാം. മനോഹരമായ സുന്ദരമായ ഒരു ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണ്. അത് സാധാ ക്ഷമയല്ല, നല്ല ഭംഗിയുള്ള ഒരു ക്ഷമയാണ്, അങ്ങേയറ്റത്തെ ക്ഷമ എന്നർത്ഥം. എന്നിട്ട് യാക്കൂബ് നബി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ നിങ്ങൾ പറയുന്നതിൽ ഹക്കും ബാത്തിലും അല്ലാഹു തആല അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന വിഷയം അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല, അതാണ് ശരി. പക്ഷേ ഞാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ ക്ഷമിക്കാം. പെണ്ണുങ്ങളും ക്ഷമിക്കണം, ആണുങ്ങളും ക്ഷമിക്കണം. ഫസബ്റുൻ ജമീൽ, ഞാൻ അങ്ങേയറ്റത്തെ ക്ഷമിക്കുകയാണെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു കിടക്കന്നെയാണ്. ഫൽതജഅതു അലാ ഫിറാശി, ഞാൻ എന്റെ വിരിപ്പിൽ അങ്ങനെ കിടക്കുകയാണ്. അന വല്ലാഹ്, എനിക്കറിയാം അല്ലാഹനെ തന്നെയാണ് സത്യം. അല്ലാഹു തആല അല്ലാഹുക്കറിയാം ഞാൻ നിരപരാധിയാണെന്ന്. ആ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ വിഷയത്തിൽ ഖിയാമത്ത് നാൾ വരെ ആളുകൾക്ക് ഓതിക്കൊണ്ടുപോകാൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അത്രക്ക് വലിയ ഗൗരവമൊന്നും അല്ലല്ലോ എന്റെ വിഷയം. ഞാൻ കരുതിയത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു സ്വപ്ന ദർശനം കൊടുക്കും, സ്വപ്ന ദർശനത്തിൽ അല്ലാഹു അറിയിച്ചു കൊടുക്കും ആയിഷ ബീവി നിരപരാധിയാണെന്ന്. ഇത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്റെ വിഷയത്തിൽ ആയത്തിറങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വിഷയം അങ്ങനെ ഒരു വലിയ വിഷയം അല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലിരിക്കുന്ന സമയം തങ്ങൾ എഴുന്നേറ്റിട്ടില്ല, ആരും എഴുന്നേറ്റ് പോയിട്ടില്ല. ഉമ്മയുണ്ട്, സിദ്ദീഖ് എന്നവരുണ്ട്, അൻസ്വാരിയത്തായ പെണ്ണുണ്ട്, അല്ലാഹുവിന്റെ റസൂലുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ കടക്കുന്നു. ഇവരൊക്കെ വീട്ടിലുണ്ടായിരിക്കെ ഹബീബിന്റെ വഹി വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വഹി വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഅഖദഹു മാ കാന യഅഖുദുഹു മിനൽ ബർഹാഇ ഇൻദൽ വഹി. അല്ലാഹു തആല ഇന്നാ സനുനസ്സിലു അലൈക ഖൗലൻ സഖീല, ഏറ്റവും ഭാരമേറിയ വചനങ്ങളാണ് നബിയെ അങ്ങേക്ക് നാം ഇറക്കി തരുന്നത്. ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഭാരം നബി തങ്ങൾക്ക് അറിയുമായിരുന്നു. മനസ്സിലാക്കിയിട്ടുണ്ട്. ഒട്ടകപ്പുറത്തൊക്കെ നബി തങ്ങൾ ഇരിക്കുന്ന നേരത്താണ് ഖുർആൻ അവതരിക്കുന്നതെങ്കിൽ അവതരിക്കുന്ന ഖുർആനിന്റെ ഭാരം കൊണ്ട് നിൽക്കുന്ന ഒട്ടകം അങ്ങ് മുട്ടുകുത്തി പോകുമായിരുന്നു. സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അതിശൈത്യമുള്ള നേരത്ത്, തണുത്ത് വറക്കുന്ന നേരത്ത് ഹബീബിന്റെ വഹി വന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, ലയതഹദ്ദറു മിൻഹു മിസ്ലുൽ ജുമാനി മിനൽ അറഖ്, മുത്തുകളെ പോലെയുള്ള വിയർപ്പുതുള്ളി ഹബീബിന്റെ നെറ്റിയിൽ നിന്ന് ഉച്ചി വീഴുമായിരുന്നു. അതിശൈത്യമുള്ള സമയത്ത് വഹയിന്റെ ഭാരം ഞങ്ങൾ നബി തങ്ങളുടെ മുഖത്ത് കണ്ടു തുടങ്ങി. അങ്ങനെ നബി തങ്ങൾക്ക് വഹി അങ്ങ് പോയി കഴിഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് എഴുന്നേറ്റ് വഹുവ യദ്ഹകു, തങ്ങൾ ചിരിക്കുകയാണ്. മനസ്സിലായി, എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാനുണ്ട്. തങ്ങൾ ചിരിക്കുന്നു. فكان أول كلمة تكلم بها أن قال, വഹി വന്നു കഴിഞ്ഞതിന്റെ ശേഷം ആദ്യമായി ഹബീബ് പറഞ്ഞ വാക്ക് അബ്ശിരി യാ ആയിഷ, ആയിഷ നിങ്ങൾ സന്തോഷിച്ചോളൂ. അല്ലാഹു അസ്സ വജല്ല ഫഖദ് ബർറഅകി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ നിരപരാധിയാണെന്ന് അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്. ഖാലത്ത്, അശ്വി പറയാണ്, എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, ഫഖാലത്ത് ലി ഉമ്മി, ഉമ്മ പറഞ്ഞു, ഭൂമിയിലെ കിടക്കല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നടന്ന് ചെല്ല്. ആയിഷബിയോട് പറഞ്ഞു, മോളെ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് നബി തങ്ങൾ പറയല്ലേ, മോളെ നീ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അല്ലാഹു നിന്റെ നിരപരാധിത്വം ഇറക്കി തന്നിരിക്കുകയാണ്, സന്തോഷിച്ചോളൂ മോളെ ആയിഷ, സന്തോഷിച്ചോളൂ തങ്ങൾ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു മോളെ, ഉമ്മ പറഞ്ഞു, മോളെ എഴുന്നേൽക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ല്, അവരുടെ പുതിയാപ്പളുടെ അടുത്തേക്ക് ചെല്ല്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെണ്ണല്ലേ, പെണ്ണുങ്ങളുടെ സ്വാഭാവികമായ ആ ഒരു ഹമിയത്തൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ. ആയിഷ ബീവി റളിയല്ലാഹു വല്ലാഹി ലാ അഖൂമു ഇലൈഹി, ഞാൻ പോവില്ല. വലാ അഹ്മദു ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെയാണ് ഇവിടെ സ്തുതിക്കുന്നത്, അല്ലാഹുവിനെയാണ് ഞാൻ സ്തുതി, അല്ലാഹുവാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത്. മറ്റാരും അങ്ങനെ ഒരു വിഷയത്തിൽ മുന്നിട്ടിറങ്ങി പറഞ്ഞില്ലല്ലോ. എന്റെ നിരപരാധിത്വം അല്ലാഹുവല്ലേ തെളിയിച്ചത്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതി. നോക്കണം, ഈമാനാണ് ഈ പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ, ഒരു ടീനേജറായ ഒരു പെൺകുട്ടിയുടെ അല്ലാഹുവിലുള്ള ഈമാൻ. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവുമായി ഈ വിഷയത്തെ ബന്ധിപ്പിക്കുന്നത് നോക്കണം. ഇത് നമുക്ക് പാഠമല്ലേ.
എന്റെ വിഷയം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഉറപ്പിച്ചു വെച്ച മഹദിയാണ്. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവാണ് അൻസല ബറാഅതി, എന്റെ നിരപരാധിത്വം ഇറക്കി തന്നത്. അങ്ങനെ അല്ലാഹു തആല ഇറക്കിയ ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 11-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങി 22-ാമത്തെ ആയത്ത് വരെ.